കോഴിക്കോട് ജില്ലയിലെ പ്രിയപ്പെട്ട ഫിലിപ്പ് ജോൺ എന്ന് പറയുന്ന യുവ നേതാവ്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ക്രൈസ്തവരും ഹൈന്ദവരും ഒക്കെയുണ്ട്. അവരാണ് പടുകൂറ്റൻ ഫ്ലക്സ് ബോർഡ് വെക്കുന്നത്, അവരാണ് ചുമരെഴുത്ത് നടത്തുന്നത്, അവരാണ് സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ പ്രചരണം നടത്തുന്നത്. ഫിലിപ്പ് ജോണിനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, സമസ്തയോട് നിങ്ങളുടെ ബന്ധം എന്താണ്? നിങ്ങൾ എന്തിനാണ് പടുകൂറ്റൻ ഫ്ലക്സ് ബോർഡ് 100ാം വാർഷികത്തിന്റെ ഫ്ലക്സ് വെക്കുന്നത്? ഫിലിപ്പ് ജോണും തന്റെ സഹപ്രവർത്തകരും ചെറുപ്പക്കാർ. ഫിലിപ്പ് ജോൺ പറഞ്ഞത് എന്താണ്? ഞാൻ സമസ്തയുടെ മധുരം അറിഞ്ഞത് സമസ്തയുടെ മുശാവറ അംഗമായിരുന്ന വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ, എന്റെ അമ്മ ഡോക്ടറാണ്. നോമ്പ് കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണം കൊടുത്തയക്കും, ഈത്തപ്പഴം കൊടുത്തയക്കും, കാരക്കയുടെ മധുരത്തിലൂടെയാണ്. സമസ്തയുടെ മധുരം ഞാൻ എന്റെ ചെറുപ്രായത്തിൽ ആദ്യം നുണഞ്ഞത്. പിന്നെ ഞാൻ സമസ്തയെ അറിഞ്ഞു, സമസ്തയെ മനസ്സിലാക്കി. ഈ കേരളത്തിന്റെ മാനവികതയ്ക്ക്, മതേതരത്വത്തിന്, ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് സമസ്ത വഹിക്കുന്ന പങ്ക് ഞാൻ എന്റെ അനുഭവത്തിലൂടെ പഠിച്ചെടുത്തു. ആ സമസ്തയോട് മതേതര കേരളത്തിന്റെ തിരിച്ചുള്ള കടപ്പാടാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് എന്ന് ഫിലിപ്പ് ജോണിനെ പോലെയുള്ള യുവ നേതാക്കൾ പറയുമ്പോ, സമസ്ത എന്ത് ചെയ്തു എന്ന് പറയുമ്പോ ഈ രാജ്യത്തോട് പറയാനുള്ളത് ഇതാണ്. ഞങ്ങളല്ല പറയുന്നത്, ഈ മതേതര ചേരിയിൽ നിൽക്കുന്ന നേതാക്കളാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ത് നേട്ടമാണ് ചെയ്തത്? മുസ്ലിം വിശ്വാസികളാണ്, ഈമാനുള്ളവരാണ്, ഇസ്ലാമിക വിശ്വാസത്തിൽ ജീവിച്ച് തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ, മുസ്ലിങ്ങളായി മരണപ്പെട്ടു പോകണം, പരലോകത്ത് വിജയിക്കണം, പരലോകത്ത് സ്വർഗമുണ്ട്, മഹാന്മാരുടെ കൂടെ സ്വർഗത്തിലേക്ക് എത്തണം. പരലോക വിശ്വാസമുള്ള, ദൈവവിശ്വാസമുള്ള, ഈമാനുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് വിജയിക്കാൻ അവരുടെ ഈമാനിന്, വിശ്വാസത്തിന് കോട്ടകെട്ടി കാവലിരിക്കുക എന്ന ഏറ്റവും വലിയ ദൗത്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തത്. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച മഹാരഥന്മാരുടെ വഴി. ആ മഹാന്മാരുടെ മുഴുവനും അനന്തരാവകാശം നേടിയെടുത്ത്, അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ. ഉലമാഇന്റെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, ഇമാമീങ്ങളുടെ, ഫുഖഹാക്കളുടെ, മുഹദ്ദിസീങ്ങളുടെ, മുഫസ്സിരീങ്ങളുടെ, മദ്ഹബിന്റെ ഉലമാക്കളുടെ, അഖീദയുടെ ഉലമാക്കളുടെ, കഴിഞ്ഞു പോയ ഇമാമമാരുടെ, കേരളക്കരയുടെ ചരിത്രത്തിൽ 500 കൊല്ല കാലഘട്ടത്തിലെ മഖ്ദൂമി പണ്ഡിതന്മാരുടെ, യമനിൽ നിന്ന് കടന്നു വന്ന സാദാത്തുക്കളുടെ, ഉലമാക്കളുടെ, സൂഫികളുടെ അനന്തരാവകാശം പറയാൻ, ആദർശ വിശുദ്ധിയുടെ 14 നൂറ്റാണ്ടിന്റെ അവകാശം പറയാൻ കേരളത്തിൽ ഒരേ ഒരു സംഘടനയ്ക്ക് അത് അവകാശമുള്ളൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മാത്രം. കാരണം ആദർശ വിശുദ്ധിയിൽ കലക്ക് വെള്ളം ചേർക്കാതെ, ഒരു മാറ്റത്തിരുത്തലുകളില്ലാതെ. എന്തിന്? ഈ 100 കൊല്ലത്തെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. കേരളത്തിൽ പല പുത്തൻ സംഘടനകൾ വന്നു. വഹാബി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിവിധ ഘടകങ്ങൾ, അവർ പല ഗ്രൂപ്പുകളായി. ജമാഅത്തെ ഇസ്ലാമി വന്നു, തബ്ലീഗ് ജമാഅത്ത് വന്നു, പല ത്വരീഖത്തുകൾ വന്നു, പല പുത്തൻ പ്രസ്ഥാനക്കാർ വന്നു, ദീനിൽ നിന്ന് അകന്നു പോയ ഖാദിയാനികൾ വരെ വന്നു. എന്നിട്ടെന്തേ? അവർക്ക് ആർക്കെങ്കിലും അവരുടെ യഥാർത്ഥ, അവരുടെ മുൻഗാമികൾ സ്ഥാപിച്ച ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ? പഴയകാല നേതാക്കളെ പോലും തള്ളിക്കളയേണ്ടി വന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് മൗദൂദിയെ തള്ളിക്കളയേണ്ടി വന്നു. വഹാബികൾക്ക് അവരുടെ ആചാര്യന്മാരെ കേരളത്തിലേക്ക് ഈജിപ്ഷ്യൻ തൗഹീദ് ഇറക്കുമതി ചെയ്ത ജമാലുദ്ദീൻ അഫ്ഗാനിയെ, റഷീദ് റിളയെ, മുഹമ്മദ് അബ്ദുവിനെ തള്ളിക്കളയേണ്ടി വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മുൻഗാമികളിൽ ഒരാളെ പോലും തള്ളിക്കളയേണ്ടി വന്നിട്ടില്ല. ഈ 14 നൂറ്റാണ്ടിലെ ഒരു നേതാവിനെയും തള്ളിക്കളയേണ്ടി വന്നിട്ടില്ല. സമസ്തയുടെ ഒരു തീരുമാനവും ഈ 100 കൊല്ലത്തിനിടക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഒരു പ്രമേയവും പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൊടുത്ത ഫത്വകൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൊടുത്ത വിശ്വാസത്തിന്റെ ദിശാസൂചിക, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഉമ്മത്തിന് വഴി കാണിച്ചു കൊടുത്തത് ഒന്നും തിരുത്തേണ്ടി വന്നിട്ടില്ല. കാരണം മുത്തുനബിയിൽ നിന്ന് സ്വഹാബത്ത്, താബിഉകൾ, താബിഉ താബികളിലൂടെ മാ അന അലൈഹി വ സ്വഹാബി,
അതിനാണ് അഹ്ലു സുന്നത്ത് വൽ ജമാ എന്ന് പറയുക. ഈ ഈമാനിന്റെ വഴിക്ക് കോട്ടകെട്ടി കാവലിരുന്നത് മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തത്. അതിന്റെ മധുരം നമ്മൾ അനുഭവിക്കുകയല്ലേ? നമ്മുടെ കഴിഞ്ഞു പോയ മുൻഗാമികൾ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ശൈഖുനാ ശംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ്, കഴിഞ്ഞു പോയ മുൻഗാമികളെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. അവരൊക്കെ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെട്ടു പോയ ആയിരക്കണക്കിന് മഹാന്മാരായ നേതാക്കൾ, വുദൂഓടുകൂടെ മരണപ്പെട്ടവർ, പുഞ്ചിരിച്ച് മരണപ്പെട്ടു പോയവർ, നല്ല രാവുകളിൽ നല്ല ദിവസങ്ങളിൽ മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി വളരെ ഉറക്കെ ഉച്ചത്തിൽ കലിമ ചൊല്ലി മരിച്ചുപോയ എത്രയെത്ര രംഗങ്ങൾ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ മരണപ്പെട്ടു പോയവർ. ഓരോ നേതാക്കളെ കുറിച്ച് അഭിമാനത്തോടുകൂടെ ആരാണ് ഖുർആനിന്റെ വാഹകർ, ആരാണ് കലിമത്തു തൗഹീദിന്റെ വാഹകർ, ആരാണ് ഹിദായത്തിന്റെ അവകാശികൾ, ആരാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ യഥാർത്ഥ നേർരേഖയുടെ ആളുകൾ എന്ന് ജീവിച്ചിരിക്കുമ്പോ മാത്രമല്ല മരണസമയത്തും ബോധ്യപ്പെടുത്തി കാണിച്ചു പോയ, മൺമറഞ്ഞു പോയ പതിനായിരക്കണക്കിന് മഹാന്മാരുടെ നേത്ര സമ്പന്നതയുള്ള പ്രസ്ഥാനമാണ് സമസ്ത. അതുകൊണ്ടാണ് നമ്മൾ സമസ്തയിൽ നിൽക്കുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈമാനോടുകൂടെ മരണപ്പെട്ടു പോകണം, ആ മഹാന്മാരോടുകൂടെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അതിന് സമസ്ത കഷ്ടപ്പെടുന്നു. നിങ്ങൾ പിഴച്ച ത്വരീഖത്തുകളിലേക്ക് പോകരുത്, നിങ്ങൾ പുത്തൻ പ്രസ്ഥാനങ്ങളിലേക്ക് പോകരുത്, നിങ്ങൾ ബിദ്അത്തിലേക്ക് പോകരുത്, നിങ്ങൾ തീവ്രവാദത്തിലേക്ക് പോകരുത്. നിങ്ങളുടെ ഈമാൻ തകർന്നു പോകുമെന്ന മുന്നറിയിപ്പ് മഹാന്മാരായ മുൻഗാമികൾ പഠിപ്പിച്ച വഴി അത് വരച്ച് കാണിച്ചു തന്നതിനേക്കാൾ, നമ്മുടെ ഈമാനിന് കാവൽ നിന്നതിനേക്കാൾ, ഇതിനേക്കാൾ വലിയ ഒരു നേട്ടം എന്താണ് സമസ്തക്ക് ചെയ്തു തരാനുള്ളത്? അതാണ് സമസ്തയുടെ ഏറ്റവും മുഖ്യമായ നേട്ടം. സമസ്ത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. സമസ്തയുടെ കീഴിൽ ആയിരക്കണക്കിന് മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയ സ്ഥാപനങ്ങളുണ്ട്, അറബിക് കോളേജുകളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് നടത്തുന്ന ശൈഖുനാ MT ഉസ്താദ് നേതൃത്വം നൽകുന്ന ഫാദില സ്ഥാപനങ്ങളിൽ പെൺകുട്ടികളെ പണ്ഡിതകളാക്കി വളർത്തിക്കൊണ്ടുവരികയാണ്. വഹാബികൾക്കോ മൗദൂദികൾക്കോ മറ്റുള്ള പുത്തനാശയക്കാർക്ക് അവരുടെ പെൺകുട്ടികളെ പണ്ഡിതകളാക്കി കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളുണ്ടോ? അവരുടെ വനിതാ കോളേജുകളിൽ കേവലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫ്ളൽ ഉലമ കോഴ്സ് പഠിപ്പിക്കുക എന്നതല്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സിലബസ് തയ്യാറാക്കി ഖുർആൻ വ്യാഖ്യാനവും ഹദീസുകളും ഫിഖ്ഹും അഖീദയും ബഹുമാനപ്പെട്ട ശൈഖുനാ MT ഉസ്താദിന്റെ നേതൃത്വത്തിൽ കൃത്യമായ സിലബസ് തയ്യാറാക്കി ആയിരക്കണക്കിന് പെൺകുട്ടികളായ പണ്ഡിതകളെ വളർത്തിക്കൊണ്ടുവരികയാണ്. 99 കൃത്യമായ കണക്ക് പറഞ്ഞാൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ ഫാദില കോളേജുകളിലൂടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ കുഞ്ഞു മക്കൾക്ക് അൽബിർ പ്രീ ഇസ്ലാമിക് സ്കൂളുകളുണ്ട്. ആ സ്ഥാപനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ മതവിദ്യാഭ്യാസം മാത്രമല്ല, അവരെ പഠിപ്പിക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, ജനറൽ നോളജ് പഠിപ്പിക്കുന്നു. അവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള അദബും സാമൂഹ്യ ബോധവും ചെറിയ കുഞ്ഞുമക്കൾക്ക് പ്രീ സ്കൂളുകളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 285 അൽബിർ പ്രീ സ്കൂളുകൾ, അസ്മി പ്രീ സ്കൂളുകൾ 276, അൽബറിന്റെ അപ്പർ പ്രൈമറിയായി 95 സ്ഥാപനങ്ങൾ. അപ്പോൾ അതോടൊപ്പം തന്നെ SNEC സനാഇയ ബിരുദം നൽകുന്ന ഏറെക്കുറെ 50ഓളം വരുന്ന സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങൾക്ക് പുറമെ പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ ജൂനിയർ കോളേജുകൾ, ചമ്മാട് ദാറുൽ ഹുദയുടെ സഹസ്ഥാപനങ്ങൾ, അതേപോലെ യമാനിയ സ്ഥാപനങ്ങൾ, കടമേരി റഹ്മാനിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള ധാരാളം സ്ഥാപനങ്ങളിലൂടെ 10,000 കണക്കിന് പണ്ഡിതന്മാരും പണ്ഡിതകളും വളർന്നു വരികയാണ്.